അബിൻ വർക്കി, ക്ഷമിക്കണം, ഈ ഇടയ്ക്ക് ഈ വാർത്ത വന്നതുകൊണ്ടാണ്. താങ്കൾക്ക് തുടരാം. അല്ല, തീർച്ചയായിട്ടും സ്മൃതി, അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ ശരിയായ വണ്ണം തന്നെ ഇവിടെ നിവർത്തിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് 4.5 കൊല്ലം മുമ്പ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തു വരരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിപ്പോർട്ടർ അടക്കം കൊടുത്ത വിവരാവകാശ അപേക്ഷ, ആ അപേക്ഷ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ തള്ളിയത്. അതിന്റെ അപ്പലേറ്റ് അതോറിറ്റിയിൽ കൊടുത്തിട്ട് അവരും തള്ളി. പിന്നീട് വിവരാവകാശ കമ്മീഷണറുടെ അടുക്കൽ ചെന്നപ്പോൾ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ തള്ളുകയും രണ്ടാമത്തെ വിവരാവകാശ കമ്മീഷണർ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അത് പുറത്തുവിടുകയുമാണ് ചെയ്തത്. ഇപ്പൊ ഈ പുറത്തു വിട്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനകത്ത് ഇടപെടുകയും ആ ഹൈക്കോടതി ഇടപെട്ട് കുറച്ചു പേജുകളിൽ അതിനകത്ത് ഹിഡനായി വെക്കണമെന്നുള്ള നിർദ്ദേശം അംഗീകരിക്കുകയും എന്നിട്ടും ഹൈക്കോടതി പറയാത്ത 5 പേജുകൾ കൂടുതലായി മുക്കിയ സർക്കാർ എന്ന് പറയുമ്പോൾ കൃത്യമായി ഈ റിപ്പോർട്ടിന്മേൽ എന്തെല്ലാമൊക്കെയോ മറയ്ക്കാനും ഒളിക്കാനും ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സർക്കാരിന്റെ ഇൻഎഫിഷ്യൻസിയെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒന്നാമത് 5ാമത്തെ പോയിന്റിൽ പറയുന്നത് കണ്ടക്ട് ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഹാസ് ബീൻ അലാമിംഗ്ലി ലെഥാർജിക് എന്ന് പറഞ്ഞാൽ വളരെ ഉദാസീനമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വളരെ കൃത്യമായി പറയുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 38, 39 ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് തന്നെ 38, 39 സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്തെല്ലാമൊക്കെയാണോ ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട കടമകൾ എന്നുള്ളതാണ്. അത് വനിതാ ശാക്തീകരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ 38, 39 ആർട്ടിക്കിൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6ാമത്തെ പോയിന്റിൽ സൈലൻസ് ആൻഡ് ഇനാക്ഷൻ നോട്ട് ബീങ് ഓപ്ഷൻസ് അവൈലബിൾ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എനിമോർ എന്നുള്ളതാണ്. അതായത് സൈലൻസും ഒരു മൗനവും അതുപോലെ തന്നെ പ്രവർത്തിക്കാതിരിക്കലുമല്ല സംസ്ഥാന ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ നിശിതമായ വിമർശനമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ 4.5 കൊല്ലമായി ഇത് മുക്കുകയും ഇതിനകത്ത് ഒളിച്ചുകളി ഉണ്ടായിട്ടുണ്ടെന്നും ഉള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് സ്മൃതി ഇപ്പൊ കുറെ നടിമാർ വന്ന് പുറത്തു വന്ന ആരോപണങ്ങൾ പറഞ്ഞല്ലോ. ആ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യം എന്താണ്? ഇവിടെ കൃത്യമായ ഹേമ കമ്മിറ്റിയിൽ ഒരു അന്വേഷണ സംഘം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച ഇരകൾ, ആ ഇരകൾക്ക് അവരുടെ പേര് വെളിപ്പെടുത്താതെ തന്നെ ആ അന്വേഷണ സംഘത്തിൽ മൊഴി കൊടുക്കാമായിരുന്നു. ആ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മെറിറ്റിൽ വെച്ചുകൊണ്ട്, ഞാൻ ഇതിന്റെ മെറിറ്റിൽ വെച്ച് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. എല്ലാ ആരോപണങ്ങളും ശരിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ അതിന്റെ മെറിറ്റിൽ പരിശോധിച്ച് ശരിയായ ആരോപണങ്ങളിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ എന്നത്തെയും നിലപാട്. ആ നിലപാട് സംസ്ഥാന ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചു. ഇതിൽ സർക്കാരിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതുമാത്രമല്ല, SIT അന്വേഷണം രൂപീകരിച്ചത് തന്നെ ഞങ്ങൾ വനിതാ IPS ഉദ്യോഗസ്ഥർ വേണം എന്ന് ശാഠ്യം പിടിച്ചതിനാലാണ് SITയിൽ വനിതാ IPS ഉദ്യോഗസ്ഥർ ഉണ്ടായത്. 2 വനിതാ ജഡ്ജിമാർ ഈ കേസ് കേൾക്കാൻ തന്നെ ഇടയായത് വനിതകളുടെ ഒരു വിഷയത്തിൽ നമുക്കിവിടെ കൃത്യമായ ന്യായവും നീതിയും നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വനിതകളുടെ ഭൂരിപക്ഷത്തിന്റെ കാര്യവും വനിതകളുടെ ലിറ്ററസിയുടെ കാര്യവും ഈ നാട്ടിലുണ്ടായ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കോടതി വിധി ഉണ്ടായിട്ട് ഏറ്റവും അവസാനത്തെ ഖണ്ഡികയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് SIT അന്വേഷണത്തിൽ കൃത്യമായ ഹൈക്കോടതിയുടെ നിരീക്ഷണം കാണും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി പൂർണ്ണമായ അർത്ഥത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുഖേന ഞങ്ങളുടെ സമരങ്ങളും ഞങ്ങളുടെ വാദങ്ങളും ശരിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുഖേന അത് നിവർത്തിച്ചിരിക്കുകയാണ്. അത് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ഉണ്ടായത്. Debate with Smriti Parithikad.